വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാന്ദ്രദിന കിസ്. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രൻ. സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രന്റെ സ്ഥാനം 5. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ. മനുഷ്യന് കാലുകുത്തിയ ഗ്രഹം ചന്ദ്രൻ. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. ലൂണ എന്ന പദത്തിന്റെ അർത്ഥം ചന്ദ്രൻ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സിറിയസ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12. അന്താരാഷ്ട്ര ചാന്ദ്രദിനം ജൂലൈ 20. ചാന്ദ്രദിനം ഇന്ത്യയിൽ ജൂലൈ 21. ഇന്ത്യൻ സമയമനുസരിച്ച് ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയത്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം 3,84,401 കിലോമീറ്റർ. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലെബനോഡ്. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിക്ക് എത്ര തവണ വലം വെക്കും? 13 തവണ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഹിജറ കലണ്ടർ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് റിഗോലിറ്റ്. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷം? 12 വർഷം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം സിലിക്കൺ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലിയത് ഒളിമ്പസ് മോൺസ്. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ 2. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ 11. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം അപ്പോളോ 11 1969 ജൂലൈ 21. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി മൈക്കൽ കോളിൻസ്. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി എഡിൻ ആൾട്രിൻ. നീൽ ആംസ്ട്രോങ്ങും എഡിൻ ആൾട്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ, USA. അപ്പോളോ 11 ബഹിരാകാശ സഞ്ചാരികൾ നീൽ ആംസ്ട്രോങ്ങും എഡിൻ ആൾട്രിനും മൈക്കൽ കോളിൻസും. ചാന്ദ്ര ഉടമ്പടിയുടെ വർഷം 1979. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ശൂന്യാകാശത്തിലെത്തിയ വാഹനം റഷ്യൻ നിർമ്മിത സോയൂസ് T-11. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ MGK മേനോൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ S സോമനാഥ്. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞത് കൽപ്പന ചൗള. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത പെഗ്ഗി വിഡ്സൺ.
ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ. ആകാശത്തിന്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ. ആദ്യമായി ബഹിരാകാശത്ത് യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ. ബഹിരാകാശത്തെ കൊളംബസ്. യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുത്ത സമയം 108 മിനിറ്റ്. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1961. ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സരിഷ ബാണ്ട. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൂഷ അൻസാരി. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൂഷ അൻസാരിയുടെ ജന്മസ്ഥലം ഇറാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സന്തോഷ് ജോർജ് കുളങ്ങര. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കോപ്പർനിക്കസ്. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ക്ലെയിൻ. 77 വയസ്സായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ്. ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ. ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം റഷ്യ. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ലൂണ 2. ചന്ദ്രന്റെ വിദൂരവശം ചിത്രീകരിച്ച ആദ്യ ദൗത്യം ലൂണ 3. ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്ര ദൗത്യം മൂൺ ലൈറ്റ്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ചൈന. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം തുമ്പ, തിരുവനന്തപുരം. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക്ക് അപ്പാച്ചെ. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂർ. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ. ചന്ദ്രയാൻ 2 റോവറിന്റെ പേര് പ്രഗ്യാൻ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി. രോഹിണി എന്ന ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹമായ ഭാസ്കർക്ക് എത്ര മുഖങ്ങൾ ഉണ്ട്? 26. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം ചന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം കൽപ്പന 1. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം മൈൻഡ് സാറ്റ്. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഇക്കോ. 1993 ഏപ്രിൽ 3 ഇന്ത്യ ഇൻസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഫ്രഞ്ച് ഗയാന. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ടിയാൻകോങ് 1. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ്. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഷൂമാക്കർ ലെവി 9. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുനിക് 1 1957 റഷ്യയിൽ. കാലാവസ്ഥ ഉപഗ്രഹം മെഗാട്രോപിക്സ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ ദൃശ്യമാകൂ. അതിന്റെ കാരണം
ചന്ദ്രൻ സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും തുല്യ സമയം എടുക്കുന്നതിനാൽ ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? റേഡിയോ സന്ദേശങ്ങൾ വഴി.